ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എലികളെ തുരത്താൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് എലികളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. അപ്പം നമുക്ക് എലികളെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ പല്ലി, പാറ്റ അതിൻ്റെ ശല്യമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ ടിപ്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ടൊരു പപ്പടം വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പച്ചപ്പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മളെല്ലാവരും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പപ്പടം ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് കേട് വന്നിട്ടുള്ള പപ്പടം ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗോതമ്പ് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയോ കടലമാവോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടത് ഇതുപോലെ പാരസെറ്റാമോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റാമോളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് ഇതുപോലൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ഇടികല്ല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാരസെറ്റാമോൾ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗോതമ്പ് മാവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, നമ്മളെ വീട്ടിൽ തന്നെ കടന്ന് നശിക്കുമോ എന്നുള്ളതൊക്കെ. ഇവരിത് കഴിച്ചതിന് ശേഷം വെള്ളത്തിനായിട്ട് പോകും കേട്ടോ. അപ്പോൾ വെള്ളം കുടിച്ചതിന് ശേഷം അവരുടെ വയറ്റിലുണ്ടാകുന്ന ഒരു റിയാക്ഷൻ കാരണം അവർ പിന്നെ പെട്ടെന്ന് നശിക്കും. അപ്പോൾ നമ്മളിതുപോലെ ആ ഒരു മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചെറുതായിട്ട്, നല്ല വെള്ളം അധികം ആക്കരുത്. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പാകത്തിന് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ സ്പൂണൊക്കെ പഴയ സ്പൂണും പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പപ്പടത്തിൻ്റെ ആ ഓരോ പീസിലേക്ക് നമുക്കിത് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് അധികം തന്നെ നമ്മളിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മടക്കി കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മളിതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിക്കിട്ടും, ഗോതമ്പ് മാവ് ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കയ്യിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ അറ്റം ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒട്ടിക്കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ എലിശല്യമുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നല്ല എലിശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എലിശല്യത്തിന് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യത്തിന് നമുക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെട്ട ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ തന്നെ മടക്കിയെടുക്കുന്നുണ്ട്. അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എലിശല്യമുള്ള ഭാഗത്തൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾക്ക് മുമ്പ് എലിശല്യമുള്ള സമയത്ത് എലി ചെയ്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ ഇതുപോലെ രണ്ടെണ്ണം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എലി വരികയാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് അത് ഓടിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് പല്ലി ശല്യം, പാറ്റയുടെ ശല്യമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ജനലിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്തായിട്ട് വെക്കുക. ചിലവർക്കൊക്കെ വീടിൻ്റെ ഉള്ളിലേക്കും എലിൻ്റെ ശല്യമൊക്കെ നല്ലതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മളെ എലീൻ്റെയൊക്കെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.